ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങളിൽ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അതിനൊരു മുമ്പ് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് ചോദിക്കാൻ തോന്നുന്നു. നല്ല ചോദ്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ചോദിക്കാൻ തോന്നുന്നു. ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം ഇഷ്ടമാണോ? ഇഷ്ടമാണെന്ന് പറയണമെന്നുണ്ട്, പക്ഷേ അടുത്തിരിക്കുന്നു വീട്ടുകാർ, എങ്ങനെ പറയും? അല്ലേ? ഇഷ്ടമാണോ? മൊത്തം ഇഷ്ടമാണോ? അല്ല, കുറെ ഇഷ്ടമല്ല, കുറെ ഇഷ്ടമാണ്. അല്ലേ? ഇടയ്ക്കിടയ്ക്ക് വീട്ടുകാർ ചോദിക്കുന്നു, നീ എന്താ ഇങ്ങനെ? ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാർ ചോദിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തന്നെ തോന്നുന്നു, ഞാൻ എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ ചില കാര്യങ്ങൾ നമ്മളെ നശിപ്പിക്കുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ, നമ്മുടെ നിയന്ത്രണത്തിൽ പോലും കിട്ടാതെ ചില കാര്യങ്ങൾ നമ്മളെ ഭാരപ്പെടുത്തുന്നുണ്ട്. ഈ ശുശ്രൂഷ സമയത്ത് ഈ അഭിഷേക നിറവിന്റെ അനുഗ്രഹ കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തിനെന്നറിയോ? നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ഉള്ളിൽ നമ്മളെ ഭാരപ്പെടുത്തുന്ന നമ്മുടെ ചില കുറവുകളെ കണ്ടെത്തി പരിശുദ്ധാത്മ അഭിഷേകത്തിൽ വിശുദ്ധീകരിക്കപ്പെടാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിക്കണമെങ്കിൽ ഒരു വ്യക്തി സ്വീകരിച്ചിരിക്കേണ്ട അടിസ്ഥാനപരമായ സൗഖ്യം നിന്റെ ഉള്ളിലാണ്, ആന്തരിക സൗഖ്യമാണ്. വലതുകര ഉയർത്തി ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. നമുക്കൊരു വചനം പഠിക്കാം. പത്രോസ്ലീഹായുടെ ലേഖനം, പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 24-ാം തിരുവചനം നമ്മൾ വായിച്ചു പഠിക്കുന്നു. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സ് 24. പത്രോസിന്റെ 1-ാം ലേഖനം. ബൈബിൾ ഉള്ളവർ തുറക്കണം, എന്നിട്ട് അത് കണ്ടുപിടിച്ച് പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം തിരുവചനം. നമുക്കറിയാവുന്നൊരു വചനമാണ്, പെട്ടെന്ന് പഠിക്കാം. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയാ. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിക്കോ. ഈ വചനം എന്നോടുകൂടെ ഒന്ന് ഏറ്റു പറയണം. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം. ഉച്ചത്തി പറ. വചനമാണ്, വചനം സ്വീകരിച്ചോണം. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം തിരുവചനം. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ മുറിവിനാൽ പറയൂ, അവന്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. യേശു ഏറ്റ മുറിവിനാൽ, യേശു സഹിച്ച വേദനകളാൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞാനും നീയും സ്വഭാവത്തിൽ വിശുദ്ധീകരണം സ്വീകരിക്കുന്നു. അവന്റെ മുറിവിനാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുന്നു. ഹല്ലേലൂയാ. യേശുവിന്റെ മുറിവിനാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുന്നു. ഓരോ വ്യക്തിയും സ്വയം അതേറ്റു പറഞ്ഞ്, യേശുവിന്റെ മുറിവിനാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുന്നു. വിശ്വസിച്ച് പറഞ്ഞ്, യേശുവിന്റെ മുറിവിനാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുന്നു. ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും സ്വഭാവത്തിൽ കുറെ അധികം കുറവുകളുണ്ട്. ഈ കുറവുകൾക്ക് ചില കാരണങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ ആന്തരിക മുറിവ് എന്ന് പറയുന്നത്. ഈ മുറിവ് നമ്മുടെ ഉള്ളിലാണ്. ശരീരത്തിന് ഉണ്ടാവുന്ന വേദനയാണോ, മനസ്സിൽ ഉണ്ടാവുന്ന വേദനയാണോ വേദന കൂടുതൽ ഉണ്ടാക്കുന്നത്? ഏതാ ഒന്ന് പറഞ്ഞേ. ഇപ്പൊ ശരീരത്തിന് നമുക്ക് ഒത്തിരി വേദനകൾ ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും. അതാണോ നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന ആ മുറിവാണോ നമുക്ക് വേദന കൂടുതൽ ഉണ്ടാക്കുന്നത്? ഉള്ളിൽ. കാരണം എന്താ? എന്താ ഈ വേദന കൂടുതൽ ഉണ്ടാക്കാൻ കാരണം നിന്റെ ഉള്ളിലുള്ള വേദന, നിന്റെ ഉള്ളിലുള്ള മുറിവ്, അതിൻ്റെ ആഴവും അതിൻ്റെ അവസ്ഥയും
പുറത്തുള്ള ഒരാൾക്ക് മനസ്സിലാകത്തില്ല. പിടികിട്ടുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ കൈയൊടിഞ്ഞു, വീട്ടുകാർ കണ്ട് സഹതാപം, പാവം അത് കൈയൊടിഞ്ഞു, അതിനെ ഒന്ന് സഹായിക്കണം. പനി പിടിച്ചു, പാവം അതിനെ ഒന്ന് സഹായിക്കണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം കിട്ടും. പക്ഷേ നിന്റെ മനസ്സിൽ നീ അനുഭവിക്കുന്ന മുറിവുകൾ അത് പുറത്ത് ഒരു മനുഷ്യന് പോലും മനസ്സിലാകത്തില്ല. അത് നിന്റെ ഉള്ളിലാണ് നീ അത് ഇങ്ങനെ അനുഭവിക്കുന്നത്. എന്താ കുഴപ്പമെന്നറിയോ? ഈ മുറിവ് അകത്തിരുന്ന് അത് അസ്വസ്ഥപ്പെടുത്തി ആ വ്യക്തിയുടെ സ്വഭാവത്തെ മുഴുവൻ നശിപ്പിച്ചു കളയും. ഇവിടെ ഈശോ ഈ അഭിഷേക നിറവിന്റെ കൂടാരത്തിൽ ഇരിക്കുമ്പോൾ എനിക്കും നിനക്കും നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്താണെന്നറിയോ? യേശു ഏറ്റ അടികളാൽ, മുറിവിനാൽ നിന്റെ ഉള്ളിലുള്ള എല്ലാ മുറിവിനെയും സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെല്ലാവരും പലതരത്തിൽ മുറിവുകൾ ഏറ്റവരാണ്. സംശയമുണ്ടോ? ഒരു സംശയവും വേണ്ട. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ പലതരത്തിലുള്ള മുറിവുകൾ നമ്മൾ അനുഭവിക്കുന്നവരാണ്. നിങ്ങളൊരു വചനം വായിച്ചോളൂ. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 3 വേഴ്സ് 10. വളരെ പരിചിതമായ ഒരു വചനമാണ്. പെട്ടെന്നൊന്ന് വായിച്ചേ. റോമാ 3:10. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നീതിമാനായ ആരുമില്ല, ഒരുവൻ പോലുമില്ല. മനസ്സിലാവുന്നുണ്ടോ? മുറിവേൽക്കാത്തതായി ഒരുവൻ പോലുമില്ല. ജീവിതത്തിൽ കുറവുകൾ ഇല്ലാത്തവരായി ഒരുവൻ പോലുമില്ല. ഞാനും നിങ്ങളും, നമ്മളെല്ലാവരും ഈ വിഷയത്തിൽ തുല്യ ദുഃഖിതരാണ്. പറഞ്ഞേ ആമേൻ. ആമേൻ. ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം അപ്രകാരം തന്നെ സംഭവിക്കട്ടെ. ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ. അതായത് ഞാനും നിങ്ങളും, നമ്മളെല്ലാവരും തന്നെ ഈ വിഷയത്തിൽ തുല്യ ദുഃഖിതരാണ്. കാരണം ജനിച്ചു വളർന്ന ആ വീടിന്റെ പശ്ചാത്തലം മുതൽ നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അനേക തരത്തിലുള്ള മുറിവുകൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുകയാണ്. പലതരത്തിലുള്ള അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ മുറിവുകൾ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ സ്വഭാവത്തിൽ ഇത് ശക്തമായി പ്രകടമാകുന്നു. ഇവിടെ ഇരിക്കുന്നതല്ല നിങ്ങളുടെ ഒറിജിനൽ സ്വഭാവം. ഒറിജിനൽ സ്വഭാവം അനുഭവിക്കണമെങ്കിൽ എവിടെ വരണം? നിങ്ങളുടെ കൂട്ടത്തിൽ വീട്ടിലോട്ട് വന്നാൽ മതി, കാണാം പൂരം, അല്ലേ? ഈ അവസ്ഥയൊന്നും അല്ല. ഇവിടെ ഇരിക്കുമ്പോൾ ദൈവമേ അയ്യോ കണ്ടു കഴിഞ്ഞാൽ തൊട്ട് മുത്താൻ തോന്നും. അതുപോലെയാണ് ചിലരുടെ ഇരിപ്പ്. ഇതല്ലല്ലോ സത്യം, ഇതല്ലല്ലോ നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവ രീതി. നമ്മുടെ ഉള്ളിലുള്ള ചില സ്വഭാവ രീതികൾ പുറത്തു വരുന്നത് എപ്പോഴാ? ഇവിടെ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ചില സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് അതിങ്ങനെ പുറത്തോട്ട് കടന്നു വരും. നമ്മളെ വല്ലാണ്ട് ഭാരപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേരളത്തിന് പുറത്ത്, ഒത്തിരി ദൂരമല്ല, കേരളത്തിന് പുറത്ത് തന്നെയുള്ള ഒരു മലയാളി പള്ളി, മലയാളികളുടെ ഒരു കൂട്ടായ്മയുള്ളൊരു പള്ളിയാണ്. അവിടെ ഒരു ധ്യാനത്തിന് ചെന്ന അവസരത്തിൽ ഒരു ചെറുക്കനും പെണ്ണും, ഭാര്യയും ഭർത്താവുമാണ്. അവർക്ക് 2 കുഞ്ഞുങ്ങളൊക്കെയുണ്ട്. അവർ വന്നിട്ട് സങ്കടം പറഞ്ഞു, അച്ഛാ വീട്ടിൽ സ്വസ്ഥതയില്ല. ഞാൻ ചോദിച്ചു, എന്താ സ്വസ്ഥതയ്ക്ക് കുഴപ്പം? നിങ്ങൾ തമ്മിൽ വഴക്കാണോ? ഞങ്ങളല്ല വഴക്കുണ്ടാക്കുന്നത്. ചെറുക്കൻ പറഞ്ഞു, അച്ഛാ അമ്മ പ്രശ്നം, അച്ഛാ അമ്മ പ്രശ്നത്തിലാണ്. എന്നിട്ട് ഈ ചെറുക്കൻ എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ അവസ്ഥ വിജാഗിരിയുടെ അവസ്ഥയാണ്. വിജാഗിരി എന്ന് പറഞ്ഞാ അറിയോ? വിജാഗിരി ഏതാ? ആ വാതിലിനും കട്ടിലിന് പടിക്ക് ഇടയ്ക്കിടയ്ക്കിരിക്കുന്ന ആ വിജാഗിരി ഇല്ലേ? ഞാൻ ചോദിച്ചു, നീ എന്താടാ വിജാഗിരിയുടെ അവസ്ഥ? അതെ അച്ഛാ, ഞാൻ ഇതിന്റെ 2ന്റെ നടുക്കിരുന്ന് ഞെരുങ്ങുന്നു. ഞാൻ ചോദിച്ചു, ഏതാ ഈ 2? ഒന്ന് എൻ്റെ അമ്മ, മറ്റൊന്ന് എൻ്റെ ഭാര്യ. 2ന്റെ നടുക്കിരുന്ന് ഞാൻ ഞെരുങ്ങുന്നു. എന്നിട്ട് ഇവൻ തന്നെ പറഞ്ഞു, അച്ഛാ ഞാൻ ഇവളെ കല്യാണം കഴിച്ചു, പക്ഷേ അതിനുശേഷം സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ട് എൻ്റെ അമ്മ സമ്മതിക്കുകയല്ല അച്ഛാ, എൻ്റെ അമ്മ സമ്മതിക്കുകയല്ല. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉള്ളതല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ അവസ്ഥ മനസ്സിലായിട്ടുണ്ടോ? എന്താ അമ്മയ്ക്ക് ഇങ്ങനെ പെരുമാറാൻ കാരണം? അച്ഛാ അമ്മ ഇങ്ങനെ പെരുമാറാൻ കാരണമുണ്ട്. പെണ്ണ് പറയുക, ഈ പെണ്ണ് അത്യാവശ്യം പഠിച്ചിട്ടുണ്ടൊക്കെ ഉണ്ട്. ഈ അമ്മേനെയും ഈ പെണ്ണ് പഠിച്ചു. ഈ പെണ്ണ് പറയാ, അച്ഛാ കല്യാണം കഴിച്ചിട്ട് ഞാൻ ഈ വീട്ടിലോട്ട് വന്നു. ഈ വീട്ടിലോട്ട് വന്ന ആദ്യ നാളുകളിൽ, പ്രത്യേകിച്ച് അച്ഛാ അതെന്റെ മധുവിധുവിന്റെ നാളുകളാ, രാത്രി 11:30-12 മണി വരെ എന്നെ അടുക്കളയിൽ നിർത്തി പാത്രം കഴുകിപ്പിക്കും.
എന്നെ വിടത്തില്ല അച്ഛ അങ്ങോട്ട്. എൻ്റെ ഭർത്താവിൻ്റെ മുറിയിലോട്ട് വിടത്തില്ല. എൻ്റെ ഭർത്താവ് എന്നെ നോക്കി കുറെ നേരം ഇരുന്ന് കടന്നുറങ്ങിപ്പോവും. അച്ഛാ, അന്നൊക്കെ എനിക്ക് എൻ്റെ അമ്മയോട് ഭയങ്കരമായ അരിശം, ഭയങ്കരമായ ദേഷ്യം എന്ന് മാത്രമല്ല അച്ഛാ, എൻ്റെ അമ്മയുടെ, അതായത് അമ്മായിയമ്മ സ്വഭാവ രീതികള് അച്ഛാ വളരെ ഭാരപ്പെട്ടതാ. ചോദിച്ചു വന്നപ്പോഴാണ് ഈ പെണ്ണ് തന്നെ പറഞ്ഞത്, അച്ഛാ 18ാമത്തെ വയസ്സിൽ കേരളത്തിൽ ഇന്ന സ്ഥലത്ത് നിന്ന് കല്യാണം കഴിച്ച് ഈ പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുവന്നതാ. 18ാമത്തെ വയസ്സിൽ വർഷങ്ങളായി ഇപ്പൊ അവിടെ ജീവിക്കുന്നു. 18ാമത്തെ വയസ്സിൽ ഇന്ന സ്ഥലത്ത് വന്ന് ആ ജീവിതം ആരംഭിച്ച് ജീവിതത്തിന്റെ ദുരിതങ്ങളിലൂടെ കടന്നുപോയ സ്ത്രീയാണ് ഇന്നത്തെ ഈ അമ്മ. അതായത് അവരുടെ ജീവിതത്തിൽ ആയ കാലത്ത് അവർക്ക് ഇതൊന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. ഭർത്താവിനോട് സ്നേഹത്തോടെ സംസാരിക്കാൻ പറ്റിയ സാഹചര്യങ്ങളല്ലായിരുന്നു. ഇപ്പൊ എന്താ പ്രത്യേകത? തനിക്ക് കിട്ടാത്തതൊന്നും മറ്റുള്ളവർ ആസ്വദിക്കാൻ ഈ സ്ത്രീ സമ്മതിക്കുന്നില്ല. പിടികിട്ടിയോ? നിങ്ങളുടെ വീട്ടിലെയും ചിലരുടെ അവസ്ഥ ഇങ്ങനെ തന്നെ. വീട്ടിലെ മാത്രമല്ല, എന്റെയും നിങ്ങളുടെ അവസ്ഥ അങ്ങനെ തന്നെ. എനിക്ക് കിട്ടാത്തതൊന്നും നിനക്കും കിട്ടണ്ട. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, അത് തന്നെ. ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഉറക്കം തൂങ്ങിയിരിക്കുന്നു. അതായത് ഈ അമ്മയുടെ പ്രത്യേകത, അമ്മ ജീവിതത്തിൽ ഏറ്റ മുറിവുകൾ, ആ മുറിവുകളും കൊണ്ട് നടന്നിട്ട് വീട്ടിൽ എന്താ അവസ്ഥ? കല്യാണം കഴിച്ച് മകന്റെ ഭാര്യ വന്നു, അവരോട് അതേ മുറിവുകൾ കൊടുക്കുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതുപോലെ ഒന്ന് സന്തോഷിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കേണ്ടെന്ന്. എന്താ അർത്ഥം? മുറിവേറ്റവൻ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. പറഞ്ഞേ, മുറിവേറ്റവൻ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. അത് ഈ ലോക നിയമമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ആരെങ്കിലും വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട ഒന്നാമത്തെ കാര്യം, നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആ വ്യക്തി അതിനു മുമ്പ് സമാനമായിട്ടുള്ള വിഷമങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള വ്യക്തി ആയിരിക്കും. ആ വ്യക്തി എന്ത് ചെയ്യുന്നു? ആ മുറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു, മറ്റുള്ളവരെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വിശ്വസിക്കുന്നവര് വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ലോക രീതിയാണ്. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ചുറ്റുവട്ടത്തെ ലോകം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നീ മുറിവേറ്റ വ്യക്തിയാണോ, സ്വാഭാവികമായി മറ്റു വ്യക്തിയെ നീ മുറിവേൽപ്പിക്കും. എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല എന്ന് പറയുന്ന സ്ഥലമാണ്. ചേർത്തല, അവിടെ അടുത്ത് കോക്കമംഗലം എന്ന് പറയുന്ന തോമാസ് ലിഹായുടെ ഒരു ദേവാലയമുണ്ട്. അവിടെയാണ് എൻ്റെ ജന്മദേശം. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ചാലക്കുടിയിൽ നിന്ന് ചേർത്തലയ്ക്ക് ഒരു KSRTC ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി കയറി. ബസ്സിൽ അത്യാവശ്യം ആളുകൾ നിറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇരിക്കാൻ ഒരിടം വേണമല്ലോ എന്ന് കരുതിക്കൊണ്ട് 3 പേർക്ക് സുഖമായിട്ടിരിക്കാവുന്ന ഒരു സീറ്റ് 2 ചേട്ടന്മാർ വിശാലമായിട്ടിരിക്കുന്നു. ഞാനപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് നീങ്ങിയിരിക്കൂ. പുള്ളി എന്നെ ഇങ്ങനെ നോക്കി, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നീങ്ങത്തില്ല. ഞാൻ ചോദിച്ചു, അതെന്നാ ചേട്ടാ? ചേട്ടൻ ഇച്ചിരി നീങ്ങിയിരിക്കൂ. ഞാനൊരു ഷർട്ടും പാൻറ്റും ആയിട്ടിരിക്കുന്നു. അച്ഛനാണെന്നൊന്ന് അറിഞ്ഞുകൂടാ ഇയാൾക്ക്? അച്ഛനാണെങ്കിൽ ഒരിക്കലും എഴുന്നേക്കിയല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ നീങ്ങത്തില്ല. ഞാൻ പറഞ്ഞു, എന്താ ചേട്ടാ ഇച്ചിരി നീങ്ങിയിരിക്കുന്നു? അതെ, ഞാൻ ഇന്നലെ ഇതുപോലെ യാത്ര ചെയ്തപ്പോൾ ഒരാളോട് നീങ്ങിയിരിക്കാൻ പറഞ്ഞപ്പോൾ നീങ്ങിയിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് നീങ്ങത്തില്ല. ഇതെന്ത് നിയമം? ഞാൻ അത്ഭുതപ്പെട്ടു. മനസ്സിലാവണുണ്ടോ? ആ മനുഷ്യന് കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തപ്പോൾ ഇതുപോലെ അയാൾ ഒരാളോട് നീങ്ങാൻ പറഞ്ഞപ്പോൾ നീങ്ങിയില്ല, അതുകൊണ്ട് ഇന്ന് അയാൾ നീങ്ങിയിരിക്കുന്നില്ലെന്ന്. അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന മുറിവാണ്. ആ മുറിവ് ഇയാൾ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. മുറിവേറ്റവൻ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നു. ഇത് ലോക നിയമമായിട്ട് നിൽക്കുമ്പോൾ, ഈ അഭിഷേക നിറവിന് വേണ്ടി ഈ കൂടാരത്തിൽ ഇരിക്കുമ്പോൾ, ഈ കൂടാരം നിന്നെ പഠിപ്പിക്കുന്ന കാര്യം എന്തെന്നറിയോ? ഇവിടെയാണ് നീ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം, സൗഖ്യം. അത് യേശുവിലൂടെയാണ്. കൈയടിച്ചെന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്താ യേശുവിന്റെ പ്രത്യേകത? എന്റെ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ പ്രത്യേകത നീ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ മുറിവുകളെക്കാൾ അധികമായി യേശു അനുഭവിച്ചതാണ്. അതാണ് അതിന്റെ പ്രത്യേകത. നിങ്ങൾ ഇന്നിവിടെ ഇരുന്നു കൊണ്ട് ചിന്തിക്കുന്ന ഏത് മുറിവും,
ഏത് അവഗണനയും ഏതൊറ്റപ്പെട്ട അനുഭവവും നിങ്ങളെടുത്ത് യേശുവിൻ്റെ മുമ്പിൽ വെച്ച് കുരിശോട് ചോദിക്കൂ. ആ കുരിശ് നിന്നോട് പറയുന്ന കാര്യം എന്താണെന്നറിയോ? നിന്നേക്കാൾ അധികമായി ഞാൻ അടികളേറ്റവനാണ്, നിന്നേക്കാൾ അധികമായി ഞാൻ ഒറ്റപ്പെട്ടവനാണ്, നിന്നേക്കാൾ അധികമായി ഞാൻ കളിയാക്കപ്പെട്ടവനാണ്. നിന്റെ ജീവിതത്തിലെ ഏത് മുറിവിനും സൗഖ്യം കിട്ടുന്നത് യേശുവിലാണ്. വിശ്വസിക്കുന്നവർ ഒച്ചത്തിൽ പറ ആമേൻ, 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 ആമേൻ. സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റ് എന്ന് പറയുന്ന ഒരു പുണ്യപ്പെട്ട ആത്മാവുണ്ട്, ബ്രിജിറ്റ് അമ്മ. ഈ ബ്രിജിറ്റ് അമ്മ ഒരു ദിവസം ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് കുരിശിലേക്ക് നോക്കിക്കൊണ്ട് യേശുവിൻ്റെ മുറിവുകളെ ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ മുറിവുകളെ കുറിച്ച് ശക്തമായി വെളിപ്പെടുത്തൽ കിട്ടിയ ബ്രിജിറ്റ് അമ്മ എഴുതി വെച്ചിട്ടുണ്ട് 15 തരത്തിലുള്ളൊരു പ്രാർത്ഥനാ ശൈലി. അതിൽ ബ്രിജിറ്റ് അമ്മയ്ക്ക് ഇതാ സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയോ? ഈശോ 5430 അടികൾ ഏറ്റവനാണ്. എത്ര? 5430 അടികൾ ഏറ്റവനാണ്. യേശുവിൻ്റെ ശരീരത്തിൽ അത്രമാത്രം അടികളുണ്ട്. യേശുവിൻ്റെ ശരീരത്തിൽ കുരിശുമരണത്തോട് ചേർന്ന് ഈശോ അത്രമാത്രം 5430 അടികളേറ്റവനാണ് കുരിശിൽ കിടക്കുന്നത്. ഇത് വിശുദ്ധ ബ്രിജിറ്റ് അമ്മയ്ക്ക് കിട്ടിയ ഒരു സ്വർഗീയ ദർശനമാണ്. ഞാൻ ഇതിവിടെ പറയാൻ കാരണം, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ഈ അഭിഷേക നിറവിന്റെ കൂടാരം സമ്മാനിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന ഏത് മുറിവിനും, ഏത് അവഗണനയ്ക്കും, ഏത് ഒറ്റപ്പെട്ട അനുഭവത്തിനും മുമ്പേ കടന്നുപോയ ഒരുവനുണ്ട്. അവന്റെ പേരാണ് യേശു. ഉച്ചത്തിൽ പറഞ്ഞ് യേശുവേ, 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 യേശുവേ. ഇതൊരു ആത്മീയ രഹസ്യമാണ്, എല്ലാവർക്കും മനസ്സിലാകത്തില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ്? നിനക്ക് മുമ്പേ നീ സഹിക്കുന്ന വേദനകളേറ്റ് കടന്നുപോയ ഒരുവന്റെ പേരാണ് യേശു. നീ ഇന്ന് അനുഭവിക്കുന്ന ഏത് വേദനയും, ഏത് സഹനവും, ഏത് കണ്ണുനീരിനും കുരിശിൽ ഉത്തരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ ബക്കീത്ത എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സുഡാൻകാരിയായിട്ടുള്ള ഒരു പെണ്ണിന്റെ പേര് ഓർമ്മപ്പെടുത്തുകയാണ്. ബക്കീത്ത. പറഞ്ഞേ, ബക്കീത്ത. പറഞ്ഞേ, ബക്കീത്ത. സുഡാൻ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്തിലെ ഒരു പാവപ്പെട്ട അടിമ പെണ്ണാണ് ആര്? ബക്കീത്ത. ബക്കീത്ത എന്നുള്ളത് ആക്ച്വലി അവളുടെ സ്വന്തം പേരല്ല, അടിമ പെണ്ണാണ്. പലരുടെയും കുടുംബത്തില് അടിമപ്പണി ചെയ്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു പാവപ്പെട്ട അടിമ പെൺകുട്ടി. ഈ പെണ്ണിന്റെ പേര് സത്യത്തിൽ ഈ പെണ്ണ് മറന്നുപോയെന്നാ പറയുന്നത്. കാരണം പല സ്ഥലങ്ങളിലായിട്ട് പല രീതികളിലാണ് ഈ പെണ്ണിനെ പലരും വിളിച്ചുകൊണ്ടിരുന്നത്. അവസാനം ഒരു മുതലാളിയുടെ വീട്ടിൽ ചെന്ന് യജമാനന്റെ അടുക്കല് കീഴ്മപ്പെട്ട് അവിടെ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവര് വിളിച്ച ഒരു അറബിക് പേരാണ് ബക്കീത്ത. ബക്കീത്ത എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭാഗ്യവതി, ഫോർച്യുനേറ്റ്, ലക്കി എന്നൊക്കെയാണ്. ഭാഗ്യവതി. എന്ത് ഭാഗ്യം! അടിമയാണ്. ഈ അടിമയ്ക്ക് എന്ത് ഭാഗ്യം! എന്നും മറ്റുള്ളവരാൽ അടികളേറ്റ് ജീവിതം മുഴുവൻ കണ്ണുനീരിൽ കഴിയുന്ന ബക്കീത്ത. സുഡാൻ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് അടിമച്ചന്തയിൽ ലേലം വിളിക്കപ്പെട്ട് ജീവിതകാലം മുഴുവൻ കരയാൻ വിധിക്കപ്പെട്ടൊരു പെണ്ണ്. അങ്ങനെ ഈ പെണ്ണ് ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഒരു യജമാനന്റെ കൂടെ യാത്ര ചെയ്യവേ ഇവള് ഈ യജമാനന്റെ അടുക്കൽ നിന്ന് ഒളിച്ചോടി രക്ഷപ്പെട്ടു. ഈ പെണ്ണ് ഒളിച്ചോടി രക്ഷപ്പെട്ട് ഒരു ദേവാലയത്തിൽ ചെന്നാണ് അഭയം പ്രാപിക്കുന്നത്. ഇവള് ക്രിസ്ത്യാനിയല്ല, ഈശോയെക്കുറിച്ച് അറിഞ്ഞുകൂടാ, ഇവക്ക് ദേവാലയം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. ഒരു വലിയ കെട്ടിടത്തിൽ ചെന്ന് അവിടെ ചെന്ന് ഒരു കസേരയുടെ അടിയിൽ ഇങ്ങനെ മറഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് ആ പള്ളിയിലെ വികാരിയച്ഛൻ വന്ന് കണ്ടത്. ഇവിടെ ഒരു പെണ്ണിങ്ങനെ മറഞ്ഞിരിക്കുന്നു. അവളെ വിളിച്ചിട്ട് അവളോട് ചോദിച്ചു, നീ എന്ത് ഇവിടെ വന്ന് ഒളിച്ചിരിക്കുന്നു? അവള് പറഞ്ഞു, യജമാനനെ, ഞാൻ ഒളിച്ചോടി വന്ന ഒരു അടിമ പെണ്ണാണ്, എന്നെ പുറത്തോട്ട് വിടല്ലേ, അവര് കണ്ടാൽ എന്നെ തല്ലിക്കൊല്ലും. ഇപ്പൊ തന്നെ ഈ പെണ്ണിന്റെ പുറകുവശം മുഴുവൻ അടികളേറ്റത്രമേൽ സഹിച്ചിരിക്കുന്ന പെണ്ണാണ്. പെണ്ണ് പറഞ്ഞു, എന്നെ പുറത്തോട്ട് വിടല്ലേ. അച്ഛൻ പറഞ്ഞു, വിഷമിക്കേണ്ട, നീ വിഷമിക്കേണ്ട, നിന്നെ ഞാൻ നോക്കിക്കൊള്ളാം.
ഈ പെണ്ണിനെയും കൊണ്ട് ഈ അച്ഛൻ നേരെ പള്ളിയിലേക്ക് അൾത്താരയുടെ മുമ്പിലോട്ട് കൊണ്ടുവന്നപ്പോൾ ഈ പെണ്ണ് സത്യത്തിൽ ഞെട്ടി. കാരണം എന്നാണെന്നറിയോ? ഇവൾ അൾത്താരയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒരു മനുഷ്യൻ കുരിശേൽ കിടക്കുന്ന കാഴ്ച. ഇവൾ അസ്വസ്ഥയായി. കാരണം ഇവൾ ജീവിക്കുന്ന സുഡാൻ എന്ന് പറയുന്ന രാജ്യത്ത് അടിമകളെ കൊല്ലുന്നത് കുരിശേൽ തറച്ചാണ്. ഇവള് ചിന്തിച്ചത് എന്താ? ഇവിടെയും രക്ഷയില്ലേ? ഇവിടെയും ദൈവമേ കുരിശേൽ തറച്ച് എന്നെ കയറ്റുവോ? ഇവളീ കുരിശെ നോക്കിക്കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ഇവളിതിൻ്റെ ഇടയ്ക്ക് അയാളോട് ചോദിച്ചു, അച്ഛനോട് ചോദിച്ചു, ഇതാരാ ഈ കുരിശെ കിടക്കുന്നേ? ഇതാരാ ഈ കുരിശെ കിടക്കുന്നേ? ഞങ്ങളുടെ നാട്ടില് ഇതുപോലെ കുരിശെ കിടക്കുന്ന അടിമയാണ്. അടിമയെ കൊല്ലുന്നത് കുരിശെ കയറ്റിയാണ്. അവിടെ ഇരിക്കുന്ന ആ അച്ഛൻ പറഞ്ഞു കൊടുത്തു, അത് ഞങ്ങളുടെ ദൈവമാണ്. അപ്പൊ ഇവള് ചിരിച്ചോണ്ട് പറഞ്ഞു, ദൈവമോ? ദൈവം ഇങ്ങനെ കിടക്കുവോ? ദൈവം ഇങ്ങനെ കിടക്കുവോ? നിസ്സഹായനായിട്ട് ഒരു കുരിശേൽ കിടക്കുന്ന, രണ്ട് കരങ്ങളും കുരിശോട് ചേർത്ത് ആണികളാൽ അടിക്കപ്പെട്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ വലിച്ചെറിയപ്പെട്ടവനെ പോലെ കിടക്കുന്ന ഇതെങ്ങനെ ദൈവമാകും? ഇത് അടിമയാണ്, ഇത് അടിമയാണ്, ദൈവമല്ല. അച്ഛൻ പറഞ്ഞു കൊടുത്തു, ശരിയാ, ഇത് നിങ്ങളുടെ അടിമയും ഞങ്ങളുടെ ദൈവവുമാണ്. ഇത് നിങ്ങളുടെ അടിമയും ഇത് ഞങ്ങളുടെ ദൈവവുമാണ്. ഈ പെണ്ണി കുരിശയെ നോക്കിക്കൊണ്ടിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുരിശയിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബക്കീത്ത എന്ന് പറയുന്ന പെണ്ണിന്റെ ജീവിതത്തിൽ വലിയ സൗഖ്യത്തിന്റെ ശക്തി ആരംഭിക്കുന്ന സമയമായിരുന്നു. സ്വരമുയർത്തി പറഞ്ഞ ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. വികാരിയച്ഛൻ പറഞ്ഞു കൊടുത്തു, മോളെ ബക്കീത്തെ, ഈ കുരിശയിൽ കിടക്കുന്നവൻ 5430 അടികളേറ്റിട്ടുണ്ട്. അപ്പൊ ബക്കീത്ത പറഞ്ഞു, എന്റെ മുതുകത്തും അടികളുണ്ട്, പക്ഷേ എന്നേക്കാളും അടികളേറ്റവനാണ് ഈ കുരിശെ കിടക്കുന്നത്. എന്നേക്കാളും അടികളേറ്റവനാണ് ഈ കുരിശെ കിടക്കുന്നത്. ആ വികാരിയച്ഛൻ പറഞ്ഞു കൊടുത്തു, മോളെ, ഇത് നിനക്ക് വേണ്ടി അടികളേറ്റ, നിന്നെ രക്ഷിക്കാൻ വേണ്ടി അടികളേറ്റ ഒരുവനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോളൂ. നിന്റെ ജീവിതാവസ്ഥ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഓരോരുത്തരും ശ്രദ്ധിക്കണേ. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ആരു തന്നെയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ കയ്പ് നിറഞ്ഞ അനുഭവത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും വിശുദ്ധ കുരിശിൽ കിടക്കുന്ന യേശു നിന്നോട് പഠിപ്പിക്കുന്ന പാഠം, നിനക്ക് വേണ്ടിയാണ് ഞാൻ മരിച്ചത്, നിനക്ക് വേണ്ടിയാണ് ഞാൻ അടികളേറ്റത്, നിനക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.